അല്ലാഹ് അല്ലാത്തവരോട് വിളിച്ചു തേടുമ്പോൾ സുന്നികൾ പറയുന്നു അത് ശിർക്കല്ല, മുജാഹിദീങ്ങൾ പറയുന്നു ശിർക്കാണ്. ഇവിടെയാണ് പ്രശ്നം. പക്ഷെ ശിർക്ക് എന്നാൽ എന്ത്? ഇതാണ് പലപ്പോഴും പലർക്കും അറിയാത്തത്. ഉദാഹരണം ഞാൻ വിശദീകരിക്കുകയല്ല. 2 ദിവസം മുമ്പ് ഞാൻ മക്ബറയിലേക്ക് ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ ഒരു മുജാഹിദ് വന്ന് പറഞ്ഞു, എവിടേക്കാ? മക്ബറയിലേക്കാണ്. നിന്റെ പോക്ക് തന്നെ ശിർക്ക് എന്നാണ്. അപ്പൊ ആ നടത്തം ശിർക്കായി. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവരൊക്കെ ശിർക്ക് എന്നാൽ എന്ത് എന്നാ വിചാരിച്ചത്? ഇപ്പൊ ഇവിടെ പ്രസംഗത്തിലും ശിർക്ക് എന്നാൽ ഇന്നതാണ് എന്നാരും വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ മുജാഹിദുകളുടെ നാവിൽ നിന്നും നായികക്ക് 40 വട്ടം വരുന്ന ഒരു വാക്കാണ് ഷിർക്ക് ഷിർക്ക് ഷിർക്ക്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട്, നേതാക്കളോട് ചോദിക്കാനുള്ളത്, ഷിർക്കിന്റെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം, അത് എന്നാൽ എന്ത്? തഅരീഫ്, ഡെഫിനിഷൻ ചോദ്യം മനസ്സിലായി. സഹോദരൻ അറിയേണ്ടത് ഷിർക്കിന്റെ താരീഫാണ്, അതിന്റെ വിശദീകരണമാണ്. സഹോദരൻ മൈക്ക് സംഘാടകർക്ക് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി അദ്ദേഹത്തിന്റെ സംശയത്തിന് മറുപടി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വളരെ സദുദ്ദേശപരമായി പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ എന്ന ആമുഖത്തോടു കൂടി ചോദിച്ച ചോദ്യം പ്രസക്തമാണ്, വളരെ പഠനാർഹമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ശിർക്കുമായി ബന്ധപ്പെട്ടു പഠിപ്പിച്ച അധ്യാപനങ്ങൾ അതറിയാതെ പോയത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ ശിർക്കായ പല സംഗതികളെയും ശിർക്കല്ല എന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ അത്തരം തെറ്റായ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ധാരാളം സ്ഥലങ്ങളിൽ ശിർക്കുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ അധ്യാപനങ്ങളെ അടിസ്ഥാനമാക്കി പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ പല തരത്തിലതിന് നിർവചനങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്, നിർവചനം എന്നത് പിൽക്കാല പണ്ഡിതന്മാർ നൽകുന്ന ശൈലികളാണ്. വ്യത്യസ്ത പണ്ഡിതന്മാർ വ്യത്യസ്ത നിർവചനങ്ങൾ നൽകുന്നു. എന്നാൽ ഖുർആനും സുന്നത്തും ഇന്ന കാര്യങ്ങൾ ശിർക്കാണ് എന്ന് കൃത്യമായി എടുത്തു പറയുന്ന ശൈലിയാണ് സ്വീകരിച്ചത്. സഹോദരന്റെ ചോദ്യം നിർവചനവുമായി ബന്ധപ്പെട്ടാണ്. ഇൻഷാ അല്ലാഹ് രണ്ടും ഞാൻ വിശദീകരിക്കാം. നിർവചനവും പറയാം, അതോടൊപ്പം പ്രമാണങ്ങൾ പഠിപ്പിച്ച ശൈലിയും പറയാം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിന്റെയും ശൈലി പ്രകാരം ഒന്ന്, സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി 13-14 ആയത്ത്. ഉത്തരം കേൾക്കണം. കഴിഞ്ഞിട്ട് ചോദിച്ചോളി. ഉത്തരം കഴിഞ്ഞിട്ട് ചോദിച്ചോളി. നിങ്ങൾക്ക് തരീഫല്ലേ വേണ്ടി? നിങ്ങൾ പഠിക്കാൻ വന്നാണെങ്കിൽ അത് ഞാൻ തീരുമാനിക്കേണ്ടത്. അത് മാത്രം ഇപ്പൊ ക്രിസ്മസ്-ഒന്നുമല്ലല്ലോ. അപ്പൊ നിങ്ങൾ പഠിക്കാൻ വന്നതാണെങ്കിൽ നിങ്ങൾ ഇരിക്കുക. പഠിക്കാനാണ് വന്നതെങ്കിൽ ഇരിക്കി, കേൾക്കി. നിങ്ങൾ ഉത്തരം കഴിഞ്ഞിട്ട് പറഞ്ഞോളി. എന്റെ ഉത്തരം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോളി. അതന്നെ മര്യാദ. ഈ ഉത്തരം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ശരിയായിട്ടില്ല നിങ്ങൾ പറഞ്ഞോളി. അത് തരീഫല്ല നിങ്ങൾ പറഞ്ഞോളി. അതാണോ ശരി? ഉത്തരം കേൾക്കാനുള്ള മര്യാദ വേണ്ടേ? പഠിക്കാനാണ് വന്നത് എന്ന നിങ്ങളുടെ ആ ഒരു ആമുഖം ആത്മാർത്ഥമാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയത് സൂറത്ത് ഫാത്തിർ 13-14 ആയത്തുകൾ. والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ 13-14 വചനങ്ങൾ. അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ ശേഷം അല്ലാഹു തആല പറഞ്ഞു, ആ റബ്ബിനെ പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും ശരി, നിങ്ങളുടെ ദുആ അവർ കേൾക്കയില്ല. കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയുമില്ല. അന്ത്യനാളിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. ആദ്യം പറഞ്ഞത് നിങ്ങൾ ദുആ ചെയ്താൽ അവർ കേൾക്കില്ല, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഉത്തരം ചെയ്യില്ല. നിങ്ങളുടെ ഈ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ ഖുർആൻ ശിർക്ക് എന്ന് പരിചയപ്പെടുത്തിയതിനെയാണ് ഇൻ തദ്ഉഹും, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ നിർവഹിക്കുന്ന തേട്ടങ്ങൾ, പ്രാർത്ഥനകൾ, ദുആകൾ, അതിനെയാണ് ഖുർആൻ ശിർക്ക് എന്ന് നമ്മെ പരിചയപ്പെടുത്തിയത്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ സമാനമായി ധാരാളം അധ്യാപനം കാണാം. സൂറത്ത് അഹ്ഖാഫ് 5-6 ആയത്തുകൾ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ
من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. അവിടെയും വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചാരുണ്ട്. അവരുടെ ആ ഇബാദത്തിനെ അവർ പരലോകത്ത് നിഷേധിക്കും. അപ്പോൾ ദുആഇനെയാണ് ഇബാദത്ത് എന്ന് പരിചയപ്പെടുത്തിയത്. ഇപ്പൊ ഖുർആന്റെ ശൈലി അതാണ്. ഹദീസുകളിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കപ്പെട്ടുകൊണ്ട് ഇതേ പ്രയോഗം കാണാൻ കഴിയും. ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ പറഞ്ഞു, മാ ഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക. നബിയുടെ പ്രതികരണം, നീ എന്നെ അല്ലാഹുവിന് തുല്യനാക്കുകയാണോ? നീ എന്നെ അല്ലാഹുവിനോട് തുല്യനാക്കുകയാണോ? അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച റബ്ബിന് നീ എന്നെ തുല്യനാക്കുകയാണോ? എന്തേ പറഞ്ഞുള്ളൂ? അല്ലാഹുവും റസൂലും ഉദ്ദേശിച്ച് നടക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ ചോദ്യം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എന്നെ റബ്ബിനെ തുല്യനാക്കുകയാണോ? അപ്പൊ അതിനെ തുല്യമാക്കൽ, സഹോദരൻ തന്നെ പറഞ്ഞു, ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം, അതാണ് ശിർക്ക്, ഷെയർ, പാർട്ട്ണർഷിപ്പ്. അതിലാണ് അറബി ഭാഷയിൽ ശിർക്ക് എന്ന് പറയാം. അപ്പൊ അല്ലാഹുവും റസൂലും ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നീ എന്നെ റബ്ബിനോട് തുല്യപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. അതേപോലെ ലാ വൽ കഅബ, കഅബയാണ് സത്യം എന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, അത് പറയാൻ പാടില്ല. പഠിപ്പിക്കുകയും ചെയ്തു, ലാ തഹ്ലിഫു ബി ആബായിക്കും വലാ ബി ഉമ്മഹാത്തിക്കും. മറ്റേ ഹദീസിൽ കാണാം, മൻ ഹലഫ ബി ഗൈരില്ലാഹ് ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. ഇതാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും ശൈലി. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ശിർക്ക് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു സുന്നി മുജാഹിദ് വിഷയമല്ല, മൊത്തം മുസ്ലിങ്ങളെ ഇസ്ലാം പഠിപ്പിച്ച ഒരു ഗൗരവമായ സംഗതിയാണ്. അല്ല, സുന്നികൾ ചെയ്താൽ ശിർക്ക്, മുജാഹിദുകൾ ചെയ്താൽ ശിർക്കല്ല എന്ന ഒന്നല്ല. ശിർക്ക് ആര് ചെയ്താലും ശിർക്ക്. ഈ സംസാരിക്കുന്ന ഞാൻ ശിർക്ക് ചെയ്താലും അത് ശിർക്ക് തന്നെയാണ്. അല്ല, സുന്നികളൊക്കെ ചെയ്താൽ ശിർക്ക്, ഞങ്ങൾ ചെയ്താൽ ശിർക്കാവില്ല എന്ന ഒരു വാദം പ്രമാണം പരിചയപ്പെടുത്തിയിട്ടില്ല. ശിർക്ക് ആരിൽ നിന്ന് വന്നോ അത് ശിർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ അമ്പിയാക്കൾ, 25 അമ്പിയാക്കളെ പേര് ഖുർആനിലുണ്ട്. അതിൽ 18 അമ്പിയാക്കളുടെ പേര് പറഞ്ഞ സൂറത്താണ് സൂറത്തു അൻആം. 86-ാമത്തെ ആയത്ത് വരെയായി 18 അമ്പിയാക്കളുടെ പേരുകൾ ആ സൂറത്തിൽ കാണാം. 87-ാമത്തെ ആയത്തിൽ ആ അമ്പിയാക്കളെ പിൻപറ്റിയവരെ പറ്റിയും പരാമർശമുണ്ട്. എന്നിട്ട് 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചത് വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ഈ പറയപ്പെട്ട അമ്പിയാക്കളാണെങ്കിൽ പോലും ശിർക്ക് ചെയ്താൽ അവരെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. അമ്പിയാക്കൾ ശിർക്ക് ചെയ്യൂല, നമുക്കറിയാം. ശിർക്കില്ല, കുഫ്റില്ല, ഹറാമില്ല, ഒരു തിന്മയും ചെയ്യാത്ത പാപ സുരക്ഷിതരാണ്, മഅ്സൂമികളാണ് അമ്പിയാക്കൾ. എന്നിട്ട് ആ അമ്പിയാക്കളെ പറ്റി പറഞ്ഞത് അവർ ശിർക്ക് ചെയ്താലും അമല് പൊളിഞ്ഞു പോകും. അപ്പൊ ശിർക്കിന്റെ വിഷയം അതാണ്, അത് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇനി എന്താണ് ശിർക്ക്? ഈ പറഞ്ഞതിൽ നിന്ന് ഏകദേശം ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അറബി ഭാഷ പ്രകാരം ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്ക് എന്നാണ് അർത്ഥം. പങ്ക്, ഷെയർ, പാർട്ട്ണർഷിപ്പ്, അതാണ് ശിർക്ക് എന്ന വാക്കിനർത്ഥം. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഒരു ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ ശരീക്കന്മാരാണ്, ഞങ്ങൾ തമ്മിൽ ശരീക്കന്മാരാണ് എന്ന് പറഞ്ഞാൽ സഹപാഠികളാണ്. പഠനം എന്ന വിഷയത്തിൽ ഞാനും അയാളും തമ്മിൽ ശിർക്കാണ് അർത്ഥം, ഞങ്ങൾ തമ്മിൽ ഷെയറാണ്. അതേപോലെ 2 പേര് ഒന്നിച്ച് കച്ചവടം ചെയ്താൽ അവർക്ക് ശരീക്കന്മാർ എന്നാ പറയാം. 2 പേരും ശരീക്കാണ് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ 2 പേരും പങ്കാളികളാണ്. കമ്പനികൾക്ക് ശരിക്ക എന്ന അറബി ശരിക്കത്ത്, കമ്പനി. എന്താ കാരണം? 2, 3, 4, 10 ആളുകൾ ഒന്നിച്ചു കൂടി ഉണ്ടാക്കുന്ന സംവിധാനം. അതുകൊണ്ട് അത് ശരിക്കത്ത്, അവർ പങ്കാളികളായി മാറുന്നു. ഇതാണ് അറബി ഭാഷയിൽ ആ വാക്ക്. അപ്പൊ റഹ്മാനായ റബ്ബിന് അവകാശപ്പെട്ട, അവനിൽ മാത്രം പ്രതീക്ഷിക്കേണ്ടുന്ന, അവന് മാത്രം അവകാശപ്പെട്ട വല്ലതും അല്ലാഹു അല്ലാത്ത ആർക്ക് വകവെച്ചു കൊടുത്താലും അതിനെ ശിർക്ക് എന്ന് പറയാം. അത് ഉൾക്കൊള്ളുന്ന വ്യത്യസ്തങ്ങളായ തഅരീഫുകൾ പിൽക്കാലത്ത് പണ്ഡിതന്മാർ പ്രയോഗിച്ചു പോന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു നിർവചനമാണ് ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യതി ബിമഅന വുജൂബിൽ വുജൂദി കമാലിൽ മജൂസി ഔ ബിമഅന ഇസ്തിഖാഖിൽ ഇബാദ കമാലി അബദത്തിൽ ഔസാൻ. മുസ്ലിയാക്കന്മാരെ പള്ളിയിൽ പഠിക്കുന്ന അഖീദത്തു തഫ്താസാനിയ എന്ന ഗ്രന്ഥത്തിൽ കാണാമത്. അപ്പൊ തഅരീഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
പിൽക്കാലത്തും അതിനു മുമ്പുമായി പല പണ്ഡിതന്മാർ പല രൂപത്തിൽ നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏത് നിർവചനം എടുത്താലും ഇന്ന് സമൂഹത്തിൽ ചില ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്ന ശിർക്കുണ്ടല്ലോ, അവർ പഠിപ്പിക്കുന്ന ശിർക്ക് എന്താ ഒരു പറയാറുണ്ട്, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചുകൊണ്ട്, അതേപോലെ സ്വമതീയത്ത് കൽപ്പിച്ചുകൊണ്ട്, ഖാലിഖാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള തേട്ടമേ ശിർക്കാവൂ. അങ്ങനെ നിർവചനം ലോകത്തൊരാളും പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ തൊട്ടടുത്താണ് മംഗലാപുരത്ത് വെച്ച് കഴിഞ്ഞ വർഷം ഒരു വാദപ്രതിവാദം ഉണ്ടായത്. അന്ന് അവര് വാദിച്ചത് ഖാലിഖാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് റബ്ബല്ലാത്തവരോട് തേടിയാലേ ശിർക്കാവൂ. ഖാലിഖല്ല സൃഷ്ടാവ്, ആകാശഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് എന്ന വിശ്വാസത്തിൽ അള്ളാഹു അല്ലാത്തവരോട് തേടുമ്പോഴാണ് ശിർക്ക് വരിക. അന്ന് ആ സംവാദത്തിൽ മുജാഹിദുകൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഖാലിഖല്ല, സൃഷ്ടാവല്ല, കേവലം ഒരു മഹാനായ മനുഷ്യൻ മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് തേടിയാൽ ശിർക്കാകുമോ എന്നവര് പറഞ്ഞു, ശിർക്കാകുന്ന പ്രശ്നമേ ഇല്ല. അത് സീഡ് ലഭ്യമാണ്. മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം തേടിയാൽ പോലും ശിർക്കാകൂല, എപ്പോൾ ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ. ആ വിശ്വാസം, ആ നിലക്കുള്ള ഒരു നിർവചനം ലോകത്തിലാളും പഠിപ്പിച്ചിട്ടില്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു. സഹോദരന് വല്ലതും ഉപചോദ്യമായി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മൗലവി, അതായത് തഫ്താസാനി ഇമാം പറഞ്ഞ നിർവചനം മൗലവി പറഞ്ഞല്ലോ, അത് മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ട്. തീർച്ചയായും. എന്നാൽ ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയ്യത്തി വഖവാസിഹ, ഇതാണ് ഇതിനൊന്ന് ലഫ്ളും ബൈ ലഫ്ളൊന്ന് അർത്ഥം വെക്കുക. നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ രണ്ടൂട്ടരും അംഗീകരിക്കില്ല, പിന്നെ പ്രശ്നമില്ല. നിങ്ങളും അംഗീകരിക്കും, ഞങ്ങളും അംഗീകരിക്കും. ഓക്കെ, ഞാൻ വെച്ചോളാം. ഇസ്ബാത്തു ശരീക്കി, ഒരു പങ്കാളിയെ സ്ഥിരപ്പെടുത്തൽ. ഫിൽ ഉലൂഹിയ്യത്തി, ഉലൂഹിയ്യത്തിക്ക് രണ്ട് മകനുണ്ട്. അതായത് ആരാധനക്കർഹനാണ് എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ വാജിബുൽ ഉജൂദ് ആണെന്ന വിഷയത്തിൽ ഒരു ശരീക്കിനെ പങ്കാളിയാക്കൽ. ഇന്ന് സുന്നികൾ എടുത്തു നോക്കിയാൽ ഒരൊറ്റ മഹാനെ സംബന്ധിച്ചും ആരാധനക്കർഹനാണെന്നോ അല്ലെങ്കിൽ വാജിബുൽ ഉജൂദ് ആണെന്നോ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ശിർക്ക് വരുന്നില്ല. എന്നൊന്ന് ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയ്യത്തി വഖവാസിഹ, അതായത് അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കാളിയാക്കൽ. അള്ളാഹുവിന് ഒരുപാട് സിഫത്തുണ്ട്, അതിൽ സൃഷ്ടികൾക്ക് പങ്കാളിയാക്കൽ, അപ്പൊ ശിർക്ക് വരും. ഇതും നമ്മൾ ചിന്തിച്ചാൽ, അതായത് അള്ളാഹുവിന്റെ സിഫത്ത് സമദിയത്തുടേതാണ്. അള്ളാഹു കാണുന്നു, അവൻ സ്വന്തമായി കാണുന്നു. അള്ളാഹു കേൾക്കുന്നു, അവൻ സ്വന്തമായി കേൾക്കുന്നു. അള്ളാഹുവിന് ഏതൊക്കെ സിഫത്തുകൾ ഉണ്ടോ അതൊക്കെ സമദിയത്തുടേതാണ് എല്ലാം, പക്ഷേ എല്ലാം സ്വന്തമാണ്. അപ്പോ ഒരു മഹാനിക്കോ ഒരു വലിയനിക്കോ സ്വന്തമായി കഴിവുണ്ട്, സമദീയത്തുടേമായ നിലക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ തഫ്താസാനി ഇമാം പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കുന്ന നിർവചനം, ഞങ്ങളും അംഗീകരിക്കുന്ന നിർവചന പ്രകാരം ശിർക്കാവും. എന്നാര് പറഞ്ഞു? എന്നാരും നിങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ അർത്ഥം വെച്ചോളൂ. അല്ല, ഒരു മിനിറ്റ്, നിങ്ങളല്ലാതെ വേറെ ആരാത് പറഞ്ഞത്? തഫ്താസാനി ഇമാം പറഞ്ഞു. ഇല്ല, ഈ പറഞ്ഞത് സമദിയത്തുന്ന വാക്ക് കിതാബിൽ തന്നെ ഇല്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ സിഫത്താണല്ലോ റഊഫുർ റഹീം ആണല്ലോ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുത്തുനബിക്ക് അത് കൊടുത്തല്ലോ. അല്ല, ഒരു മിനിറ്റ്, ബാഹ്യമായി കാണുന്നുണ്ടല്ലോ, ബാഹ്യമായി കാണുന്നില്ല. എന്നാൽ ഖുർആൻ ഓതേണ്ടതുണ്ട്, അവിടെ റഊഫുർ റഹീം എന്ന മുത്തുനബിയെ കുറിച്ച് കാണുന്നുണ്ട് ബാഹ്യമായി. ഈ തമ്മിലുള്ള വ്യത്യാസം മൗലവി എന്ന് പറഞ്ഞ. ശരി, അൽഹംദുലില്ലാഹ്, അങ്ങനെ വരട്ടെ. അപ്പൊ ഏതാണ് അതാ ഞാൻ പറഞ്ഞത്, സ്വമദീയത്ത് എന്നുള്ളത് നിങ്ങളെപ്പോലെ ചില മനുഷ്യന്മാർ ഉണ്ടാക്കിയെടുത്ത വ്യാജം മാത്രമാണ്. അവിടെയാണ് അസ്ലി. അത് പൊളിഞ്ഞാൽ എല്ലാം പൊളി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, തഅരീഫ് പറഞ്ഞ ഒരൊറ്റ ആളും ലോകത്ത് നിർവചനം പറഞ്ഞ ഏത് പണ്ഡിതന്മാരെ എടുത്താലും ശരി, സ്വമദീയത്ത് എന്ന പദവുമായി ബന്ധപ്പെട്ട അതും കേൾക്കട്ടെ, ഞാൻ കേട്ട് പഠിക്കട്ടെ, പ്രതീക്ഷ നമുക്ക്. ഈ ലോകത്ത് ശിർക്ക് നിർവചനം പറഞ്ഞ ഒരാളും സ്വമദീയത്തുമായി ബന്ധപ്പെടുത്തി ശിർക്കിനെ പറഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാർ മാത്രം സ്വന്തം വക കൊണ്ടുവന്നു എന്നേയുള്ളൂ. ഇനി ഞാൻ പറഞ്ഞുതരാം. തഫ്താസാനി പറഞ്ഞ രണ്ട് നിർവചനമാണ്. അത് ഒന്നങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് മറ്റൊന്ന്. രണ്ടും ശരിയാണ്, രണ്ടും ശരിയാണ്. ഒന്ന് ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയ്യത്തി വഖവാസിഹ, അത് തന്നെ മതി. എന്താ പറഞ്ഞത്? ഇസ്ബാത്തു ശരീക്കി, ഒരു പങ്കുകാരനെ സ്ഥാപിക്കുക.
ഫിൽ ഉലൂഹിയത്തിൽ ഇലാഹാവുക എന്ന വിഷയത്തിൽ ഒരു പങ്കുകാരനെ സ്ഥാപിക്കുക. അപ്പൊ അല്ലാഹുല്ലാത്ത ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്, സംശയമല്ല. അല്ലാഹുല്ലാത്ത ഇലാഹ് ഉണ്ട്, ഇലാഹിൽ ആവാൻ യോഗ്യതയുള്ള മറ്റൊരുത്തനുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. രണ്ടാമത് ഇലാഹിന് സവിശേഷമായ കാര്യങ്ങളിൽ, അത് നിങ്ങൾ തന്നെ പറഞ്ഞു, അല്ലാഹുവിന്റെ സിഫത്തുകളിൽ, വിശേഷണങ്ങളിൽ. അല്ലാഹുവിനുള്ള വിശേഷണം ഞാൻ തീർച്ചയായും ഉറപ്പിച്ചു പറയുന്നു, ലോകത്ത് ഒരൊറ്റ സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല, റസൂലുള്ളാഹിക്കുമില്ല, ആർക്കുമില്ല. കാരണം വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസ്താദ് നിങ്ങൾ ഇപ്പൊ പഠിപ്പിക്കലേ, ഉസ്താദേ ഇപ്പൊ പഠിപ്പിക്കലേ, ഇപ്പൊ കേട്ട് പഠിക്കട്ടെ, ആദ്യം പഠിപ്പിച്ചു കൊണ്ടുവരാം. അതായത് അല്ലാഹുവിനുള്ള സിഫത്തുകളിൽ റബ്ബല്ലാത്ത ഒരാൾക്ക് പങ്കാളിത്തം സ്ഥാപിക്കുക, അത് കുറച്ച് പ്രയാസം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനാണ് ഒരു അഡ്വാൻസ്. എന്ത്? അല്ലാഹുവിന്റെ സിഫത്തൊക്കെ സ്വമദിയത്താണ്, മറ്റു സ്വമദിയത്തല്ല. അത് മാത്രമല്ലല്ലോ അല്ലാഹുവിന്റെ സിഫത്തും അല്ലാത്തതും വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാവരെ പറ്റിയും പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അല്ലാഹുവിന് ഇലാഹാവാനുള്ള സവിശേഷത, അല്ലാഹു സമീ ആണ്, അവൻ ബസീറാണ്. അല്ലാഹു കാണുന്നവനാണ്, അല്ലാഹു കേൾക്കുന്നവനാണ്. എന്താണ് അത് പ്രത്യേകത? മനുഷ്യന്മാരെ പറ്റി അല്ലാഹു മനുഷ്യൻ സമീഉം ബസീറുമാണ്. റസൂലുള്ളാഹിനെ പറ്റി മാത്രമല്ല, എല്ലാ മനുഷ്യന്മാരെ പറ്റിയും പറഞ്ഞു. സൂറത്തുൽ ഇൻസാനിൽ കാണാം, മനുഷ്യൻ അല്ലാഹു തആല ഫജഅൽനാഹു സമീഅൻ ബസീറാ, മനുഷ്യനെ സമീഉം ബസീറുമാക്കിയിരിക്കുന്നു. അല്ലാഹു സമീഉം ബസീറുമാണ് വിശദീകരിച്ചല്ല. അതേപോലെ റഹ്മാനായ റബ്ബിനെ പറ്റി പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് ഇരിക്ക് കേട്ട് പഠിക്കുക. ആ വ്യത്യാസമൊക്കെ പറയും, എല്ലാവർക്കും ചോദിക്കാം. നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട. ഇങ്ങനത്തെ ചാൻസ് ചിലപ്പോൾ പിന്നെ കിട്ടൂല, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും, ചിലപ്പോൾ അവസാനമായിരിക്കും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് ഹയ്യാണ്. അതേ ഖുർആൻ എന്ത് കാണാം? യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. അല്ലാഹു മയ്യിത്തിൽ നിന്ന് ഹയ്യിനെ പുറത്തെടുക്കുന്നു, ഹയ്യിൽ നിന്ന് മയ്യിത്തിനെ പുറത്തെടുക്കുന്നു. അല്ലാഹു അസീസാണ്. സൂറത്ത് യൂസുഫിൽ കാണാം, വഖാലത്ത് ഇംറഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ പറഞ്ഞു. അതേതാ അസീസ്? ഈജിപ്ത് ഭരണാധികാരി. അല്ലാഹു തആല അലീമാണ്, ഹലീമാണ്. ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയെ കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചെന്താ? ഉലാമുൻ അലീം, ഉലാമുൻ ഹലീം. അലീമായ കുട്ടി, ഹലീമായ കുട്ടി. ഇതൊക്കെ അല്ലാഹുവിന്റെ സിഫത്ത് സൃഷ്ടികൾക്കും വെച്ചു കൊടുത്താൽ അത് ലോകത്തിലാർക്ക് മനസ്സിലായിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹുവിനെ കുറിച്ച് സമീ എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൽ ഉദ്ദേശിക്കപ്പെടുന്നുവോ അതിന്റെ ഒരംശവും സൃഷ്ടിയുടെ സമീഇൽ ഇല്ല. സമദിയത്ത് മാത്രമല്ല, ഒരംശവും ഇല്ല. അല്ലാഹുവിന്റെ സമീഉം ബസീറും എന്താ? ഖുർആൻ തന്നെ വിശദീകരിച്ചു. യഅലമു ഖായിനത്തൽ അഅയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം റബ്ബറിയും, മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് റബ്ബറിയും. അതാണ് അല്ലാഹുവിന്റെ ഇൽമ്. അല്ലാഹുവിന്റെ ഇൽമ അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയ അവൻ ഖായിനത്തുൽ അഅയുൻ, കണ്ണിന്റെ വഞ്ചന അറിയുന്നു. വമാ തുഖ്ഫി സുദൂർ, മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നു. ആ റബ്ബ് പറയാ, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യനായ ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ശൂറ 11ാമത്തെ വചനം. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല, അവൻ സമീആണ്, ബസീറാൻ. അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല, അവൻ സമീ ആണ്, ബസീറാണ്. അപ്പൊ അല്ലാഹ് സമീ ആയ രൂപത്തിൽ ഒരാളും സമീ അല്ല, അല്ലാഹ് ബസീറായ രൂപത്തിൽ ഒരാളും ബസീറല്ല. അല്ലാഹ് റഊഫും റഹീമുമായ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പോലും റഊഫും റഹീമുമല്ല. അത് അല്ലാഹ്ക്ക് മാത്രമാണ്. അല്ലാഹ് റഊഫായതുപോലെ, അല്ലാഹ് റഹീമായതുപോലെ അല്ലാഹുവിന്റെ റസൂലും റഹീമാന്ന് പറഞ്ഞാൽ അതാണ് വഖവാസിഹാ. ഉലൂഹിയത്തിന്റെ ഖാസിയത്തിൽ പ്രത്യേകമായ വിശേഷണങ്ങളിൽ പങ്കു ചേർക്കുക. ഇനി ഇത് സുന്നാക്കുണ്ടോ ഇല്ലേ ഞാൻ നോക്കേണ്ടത്. ഒറ്റ സുന്നാക്കില്ല, നിങ്ങൾ പറഞ്ഞൊരു കാര്യമില്ലല്ലോ, നിങ്ങൾ ഏത് സുന്ന എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ചൊല്ലി പറഞ്ഞ ഒരുപാട് വലുണ്ടല്ലോ. അതിലൊക്കെ പറഞ്ഞെന്താ? കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തത്, കൽബകത്തുള്ളത് കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ. അതാണ് യഅലമു ഖായിനത്തുൽ അഅയുൻ വമാ തുഖ്ഫി സുദൂർ. ഇത് കേൾക്കണം, ഇത് ഇങ്ങനെ കേൾക്കണം. രണ്ടാമത് വിശുദ്ധ ഖുർആനിനെ പറ്റി പറഞ്ഞ സൂറത്ത് യാസീനിൽ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ, അതുണ്ടായിത്തീരും. സൂറത്ത് യാസീനിൽ പറയുന്നു. ിമാതിരി കാണാം, വല്ലോരു വസ്തുവിനെ കുന്നെന്ന് ചൊല്ലുകിൽ ബിരികെ ഉരുവാകും എന്ന് പറഞ്ഞോവർ. ദിഫായി ശൈഖ് ഒരു വസ്തുവിനോട്
കുൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടായിത്തീരും. മുഹീദ്ദീൻ മാലയിലോ വല്ലൊരു വസ്തുവിനെ അകന്ന് ചൊല്ലുകിൽ വേണ്ടിയേ ബണ്ടമ്മാതിനെ ആക്കുന്നവർ, ഏതെങ്കിലും വസ്തുവിനോട് അതാകട്ടെ എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ ആയിത്തീരും എന്ന് മുഹീദ്ദീൻ മാലയിലും. വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിൽ പറഞ്ഞു. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം കാണാം, ഖുല്ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. സമുദ്രം മുഴുവൻ മഷിയാക്കിയിട്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ സമുദ്രം അവസാനിച്ചു പോകും, അള്ളാഹിന്റെ വചനം അവസാനിക്കൂല. സൂറത്തുൽ ലുഖ്മാനിൽ കാണാം, വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ നഖലാം വൽ ബഹറു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുർ മാ നഫിദത് കലിമാത്തുല്ലാഹ്. സമുദ്രം മുഴുവൻ മഷിയാക്കി മരങ്ങൾ പേനയാക്കി ശേഷം 7 സമുദ്രം കൊണ്ടുവന്നാലും ശരി സമുദ്രം അവസാനിക്കുമെന്നല്ലാതെ അള്ളാഹിന്റെ വചനങ്ങൾ അവസാനിക്കൂല. മുഹീദ്ദീൻ മാലയിൽ കാണാം, മരങ്ങൾ കാരമായും ബഹർ മയ്യാകിലും മട്ട് ഫേടാദവർ പോരീഷ എന്നോവർ. മരങ്ങൾ കലമായി മരങ്ങൾ പേനയാക്കി ബഹർ മഷിയുമാക്കിയാലും ശരി മുഹീദ്ദീൻ ശൈഖിന്റെ പോരീഷ അവസാനിക്കൂല. അപ്പൊ സുന്യാക്കാർക്കും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. രണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കി, നല്ലതാണ് കേൾക്കി. ഇന്ന് രാത്രി ഉറക്കം വരില്ല എന്നേ ഉള്ളൂ, പക്ഷേ നാളെ വെച്ചുണ്ടാവും. കാരന്തൂർ മർക്കസ് ഇറങ്ങിയ CM സ്മരണിക എന്ന പുസ്തകം അതും കൂടി കേൾക്കി, ഇതും കൂടി കേൾക്കി, അപ്പൊ മനസ്സിലാവും. ഇതും കൂടെ കേൾക്കി. നിങ്ങൾ കേൾക്കി പുസ്തകരെ ചോദിക്കാൻ സമയം തരാം, നിങ്ങൾ ഇഷ്ടം പോലെ ചോദിച്ചോളി. കാരന്തൂർ മർക്കസ് ഇറങ്ങിയ CM സ്മരണിക എന്ന പുസ്തകത്തിൽ കാന്തപുരം മുസ്ലിയാരും ഉള്ളാൾ തങ്ങളും അടക്കമുള്ളവർ അതിന് അംഗീകാരം നൽകിയ പുസ്തകത്തിൽ അവയത്ത് കുഞ്ഞിശ്ശേരി കോയ തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ അതിൽ ലേഖനം എഴുതുന്നു, ഔലിയാക്കന്മാർ അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കാനും സാധിക്കും. എല്ലാരും കേട്ടോളി. അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും. CM സ്മരണികയിൽ നമുക്കിത് ചെയ്യാനുള്ളത് എന്ന ലേഖനത്തിൽ അവിടുത്തെ കുഞ്ഞിശ്ശേരി കോയ തങ്ങൾ എഴുതിയ ലേഖനമാണ്. അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും. കഴിഞ്ഞ ഫുയൂദാത്തുർ റബ്ബാനിയ്യ ഖാദിയ ത്വരീഖത്തിലെ പുസ്തകം ഇതിലെന്താ പറഞ്ഞത്? അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖുത് ത്വരീഖതി. അനൽ വാഹിദു ഞാൻ വാഹിദാണ്, അൽ ഫർദു അൽ ഫർദാണ്, കബീറാണ്, ലിദാതിഹി സ്വന്തം നിലക്ക് തന്നെ, ലിദാതിഹി സ്വന്തം നിലക്ക് തന്നെ ഞാൻ വാഹിദാണ്, ഞാൻ ഫർദാണ്, ഞാൻ കബീറാണ്. അതുകൊണ്ട് ഞാൻ തീർത്തു പറയുന്നു, സമദിയത്ത് എന്ന ഒന്ന് നിർവചനത്തിൽ ലോകത്ത് ഒരാളും ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങളാ പറഞ്ഞത് നിങ്ങളുടെ വകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിർവചനത്തിൽ എവിടെയെങ്കിലും, ലോകത്ത് നിർവചനം പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ശിർക്കിന് നിർവചനം പറഞ്ഞയിടത്ത് സമദിയത്തുമായി ബന്ധപ്പെടുത്തി ശിർക്കിനെ വിശദീകരിച്ച ഒരാൾ ലോകത്തുണ്ടെങ്കിൽ, ഒരാള് സമദിയത്തുമായി ബന്ധപ്പെടുത്തി സമദിയത്ത് കൽപ്പിച്ചെങ്കിലേ ശിർക്ക് വരൂ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണം. മൗലവി, ഇങ്ങനെ നിങ്ങൾ ഒരുപാട് പ്രസംഗിച്ചാൽ ഞാൻ ചോദ്യം കർത്താവ് മതി, എനിക്കിത് മനസ്സിലായി, നെക്സ്റ്റ് ചോദിക്കട്ടെ എന്ന് കൂടെ വെറുതെ എത്രയോ ആൾക്ക് ചോദിക്കാനാണ്. മുഖാമുഖം എന്ന പേരിട്ട് മണിക്കൂർ 2-3 മണിക്കൂർ പ്രസംഗിച്ച് കേവലം 10 മിനിറ്റ് ചോദിക്കാനുള്ള അവസരമാണെങ്കിൽ അത് മുഖാമുഖമല്ല. അതുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് വേണ്ടതെന്നാ മതി. നിങ്ങളെ ഓക്കെ, അവരൊക്കെ മുജാഹിദുകളാ, കേട്ട് പഠിച്ചവരാ, അവര് മുമ്പ് നിങ്ങളത് കേട്ടവരാ. അതായത് നിങ്ങൾ ഒരുപാട് മാല മൗലൂദൊന്നും പാടണ്ട. ഞാൻ ശിർക്ക് എന്നാൽ എന്ത് എന്ന് ചോദിച്ചതിന് നിർവചനം പറയാൻ കുറെ നിങ്ങൾ ആദ്യം ആമുഖം പറഞ്ഞു. ഓക്കെ, നിർവചനം നിങ്ങൾ പറഞ്ഞു. അവിടെ ഖവാസിഹ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു സ്വമദിയത്തുടേതാണ് റബ്ബിന്റെ എല്ലാ സിഫത്തും. അതിൽ തർക്കമുണ്ടോ? ഇല്ല. റബ്ബിന്റെ എല്ലാ സിഫത്തും സ്വമദിയത്തുടേതാണ്. പക്ഷേ ഖുർആൻ എടുത്തു നോക്കിയാൽ റഊഫുർ റഹീം എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യ് എന്ന് അള്ളാഹിനെ കുറിച്ചും ജനങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം അക്മാൽ അബ്റസ, അവിടുന്ന് വെള്ളപ്പാണ്ട് രോഗം ശിഫയാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗം ശിഫയാക്കുന്നത് റബ്ബാണെന്നൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരിടത്ത് ഈസാ നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സമീഉം ബസീറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹിനെ കുറിച്ച്, ജനങ്ങളെ കുറിച്ച് സമീഉം ബസീറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട്. അതുപോലെ റബ്ബാണ് എന്നൊരിടത്ത്, മലായിക്കത്താണെന്ന് മറ്റൊരിടത്ത്, ഇങ്ങനെ പല തരത്തിലും
കാണാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് അള്ളാഹിൻ്റെത്, ഞാനതാ പറഞ്ഞത്, റബ്ബിൻ്റെത് സ്വമതിയത്തുടേതാണ്. റബ്ബ് മെരിപ്പിക്കുന്നു, യഥാർത്ഥത്തിൽ മെരിപ്പിക്കാൻ കഴിവുള്ളവൻ റബ്ബ് മാത്രമാണ്. റബ്ബ് ശിഫയാക്കുന്നു, യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ശിഫയാക്കാൻ കഴിവുള്ളവൻ, സ്വന്തമായി കഴിവുള്ളവൻ റബ്ബ് മാത്രമാണ്. പക്ഷേ ഈസാ നബി ശിഫയാക്കിയതോ, ഈസാ നബി ശിഫയാക്കിയത് അള്ളാഹു കൊടുത്ത കഴിവാണ്, സ്വമതിയത്തല്ല. അത് കാരണക്കാരാണ്. കാരണക്കാർ എന്ന നിലക്ക് മുഅ്ജിസത്ത് അവർക്ക് കൊടുത്തു എന്ന നിലക്ക് അതുകൊണ്ട് അവർ എന്താക്കുന്നു? ശിഫയാക്കുന്നു. അത് സ്വമതിയത്തല്ല. ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളോട് എനിക്കിപ്പോ നിങ്ങൾ മറുപടി പറയേണ്ടത് ഒരു വാക്കിൽ. എന്ത്? ഈ ഖുർആനിൽ അള്ളാഹ്ക്ക് ഉപയോഗിച്ച സിഫത്ത് അത് മറ്റുള്ളവർക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ പ്രായോഗികമായി ബാഹ്യമായി കാണും വിധത്തിൽ അള്ളാഹയാണ്, അള്ളാഹ് ശിഫയാക്കുന്നു, ഈസാ നബി ശിഫയാക്കുന്നു, അതുപോലെ അള്ളാഹ് മെരിപ്പിക്കുന്നു, മലക്ക് മെരിപ്പിക്കുന്നു, ഇങ്ങനെ സിഫത്തുകൾ ഇങ്ങോട്ടും കാണുന്നുണ്ട് ബാഹ്യമായി. അപ്പൊ ഇത് തമ്മിലുള്ള ഫർക്ക് എന്താണ്? ഞാൻ പറഞ്ഞു സമതിയത്ത് അത് അള്ളാഹ് കൊടുത്തത്, എന്നാൽ അതല്ല. നിങ്ങൾ പറഞ്ഞു സമതിയത്ത് അതൊക്കെ നിങ്ങളെ വ്യാഖ്യാനാണ്. എന്നാൽ നിങ്ങൾ പറയും തമ്മിലുള്ള അന്തരം ഒരു വാക്കിൽ പറഞ്ഞാൽ നെക്സ്റ്റ് ചോദ്യം. 100% വ്യത്യാസമുണ്ട് എല്ലാത്തിനും. അള്ളാഹിനെ പറ്റി എന്തെല്ലാം ഉണ്ടോ അതൊന്നും സൃഷ്ടികൾക്കില്ല. സ്വമതിയത്തുമില്ല, അല്ലാത്തതുമില്ല. റഹ്മാനായ റബ്ബിനെ എന്തെല്ലാം ഉണ്ടോ അതിൽ ഖവാസ് അത് ഒന്നുമില്ല. നിങ്ങൾ 5 മിനിറ്റ് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു 6 മിനിറ്റ് ഉത്തരം പറഞ്ഞുകൂടെ? 5 മിനിറ്റ് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു 6 മിനിറ്റ് ഉത്തരം പറയാനോ? നിങ്ങളാണ് ഇപ്പൊ സമയം കളഞ്ഞത്. നേരത്തെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാനും പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളാ സമയം കളഞ്ഞത്. അപ്പൊ പ്രസംഗം കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ അത് അസുഖം പറയണം. അതേസമയം കൃത്യമായി ഇരുന്ന് ശാന്തമായി കേൾക്കുക, അത് പഠിക്കുക. ഇവിടെ നിങ്ങളെ പഠിപ്പിക്കലോ, ഒരു മിനിറ്റ്, നിങ്ങൾ എന്നെ പഠിപ്പിക്കുക അല്ല ഉദ്ദേശം. ഈ കൂടെ എല്ലാ മനുഷ്യന്മാരും കേൾക്കാൻ വന്നല്ല. അതുകൊണ്ട് എല്ലാവർക്കും പഠനം. അതാ ഞാൻ പറഞ്ഞത്. റഹ്മാനായ റബ്ബിനെ പറ്റി സമീഅ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം അടങ്ങിയോ അതിൽ ഒരു അംശം പോലും സൃഷ്ടിയെ പറ്റി സമീഅ് എന്ന് പറയുമ്പോൾ ഇല്ല. അല്ലാതെ സ്വമതിയത്താണ് മാറ്റിച്ച ബാക്കിയെല്ലാം ഉണ്ട് എന്നല്ല. 5 മിനിറ്റ് ചോദിച്ചില്ലേ? നിങ്ങൾ 5 മിനിറ്റ് ചോദിച്ചില്ലേ? ഒരു 5.5 മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ, 5 മിനിറ്റ് ചോദിച്ചാൽ 5.5 മിനിറ്റ് ഉത്തരം പറയട്ടെ. അത് ശരി. നിങ്ങൾക്ക് 10 മിനിറ്റ് ചോദിക്കാം, ഞാൻ 1 മിനിറ്റ് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ. അത് ശരിയല്ലല്ലോ. അത് കിസ് മത്സരമാണ്. അത് കിസ് മത്സരം. നിങ്ങൾ കേട്ട് ആലോചിക്കും. നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ഉൾക്കൊള്ളും വേണ്ട. പക്ഷെ ഈ മനുഷ്യന്മാർ കേൾക്കാൻ വന്നോല. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ പറ്റി എന്ത് വിശേഷണം പറഞ്ഞാലും അത് ഒരർത്ഥത്തിലും സൃഷ്ടിക്കില്ല. അതാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരാളും അല്ലാഹുവിന് തുല്യനായി ഇല്ല. അത് സമതിയത്തിന് മാത്രമല്ല, സമതിയത്ത് അള്ളാഹ്ക്ക് മാത്രം. ബാക്കി എല്ലാവർക്കും അതാണ് മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ കഴിവുണ്ട് എന്നാണോ? അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കഴിവ് കൊടുത്തിട്ടുമില്ല. രോഗം ശിഫാക്കാളെ കഴിവ് ഈസാ നബി കൊടുത്തിട്ടില്ല. അതിന് കൊടുത്ത കഴിവൊന്നുമില്ല. അത് നിങ്ങൾ ഉണ്ടാക്കില്ല. ഈസാ നബിക്ക് രോഗം ശിഫാക്കാളെ കഴിവ് കൊടുത്തിട്ടില്ല. ലോകത്ത് ഒരാൾക്കും കൊടുത്തിട്ടില്ല. എന്താ കാരണം? രോഗിയായാൽ പടച്ച റബ്ബാ ശിഫയാക്കുന്നത്. രോഗിയെ ചെന്ന് കണ്ട പ്രാർത്ഥിക്കാൻ പറഞ്ഞ എന്താ? അല്ലാഹുമ്മ ലാ ശിഫാ ഇല്ലാ ശിഫാഉക. റബ്ബേ, നിന്റെ ശിഫയല്ലാത്ത മറ്റൊരു ശിഫ ഇല്ല. നിന്റെ ശിഫയല്ലാത്ത മറ്റൊരു ശിഫ ഇല്ല. അല്ലാതെ പഠിച്ചോനെ, നീ ഈസാ നബിക്കും ശിഫ വെക്കാൻ കഴിവെടുത്തിട്ടുണ്ടല്ലോ, മുഹമ്മദ് നബിക്കും കഴിവെടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഇനി സ്വമതിയത്താണ് വ്യത്യാസമെങ്കിൽ, സ്വമതിയത്ത് മാത്രമാണ് വ്യത്യാസമെങ്കിൽ പങ്കളവാദം അതാണല്ലോ. അള്ളാഹിന്റെ സ്വമതാണ്, ബാക്കിയുള്ളത് സ്വമതല്ല. അഥവാ അള്ളാഹുവിന് സ്വയം ഉണ്ടായതാണ്, മറ്റുള്ളവരുടെ അള്ളാഹ് കൊടുത്തതാണ് എന്ന വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ ലോകത്ത് ഇന്ന് ശിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, ഒരൊറ്റ മനുഷ്യൻ ഉണ്ടാവില്ല. ഇപ്പൊ ഒരുപാട് ആളുകൾ നമ്മൾ ഹൈന്ദവ സഹോദരന്മാർ ശബരിമലയ്ക്ക് പോകും. നിങ്ങൾ വിളിച്ചത് ചോദിച്ചൊക്കെ എന്താ സുഹൃത്തെ പോണത്, ആരാ അവിടെ ഉള്ളത് വെച്ചാൽ അവര് പറയോ അവിടെ ഇങ്ങനെ ആകാശം ഭൂമിയൊക്കെ സൃഷ്ടിച്ച എല്ലാ കഴിവും സ്വന്തമായിട്ടുള്ള ഒരാളുണ്ടെന്ന് പറയോ, അതോ ഒരു അവതാരമുണ്ട് എന്നാ പറയാ? അവതാരമുണ്ട്, അതാണ് വ്യത്യാസം. എന്നാ പിന്നെ നിങ്ങൾ വരും, നമ്മളെ പ്രസിഡന്റുകൾ ആയിക്കോളി എന്ന് പറയേണ്ടി വരും. മക്കത്തെ അബൂജഹൽ എന്താ തവാഫ് ചെയ്യുമ്പോ പറഞ്ഞത്? മക്കത്തെ അബൂജഹല് കഅബ തവാഫ് ചെയ്യുമ്പോ പറഞ്ഞ വാക്കെന്താ അറിയോ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പടച്ചവനെ, നിന്റെ പങ്കുകാരൻ അവന് യാതൊരു കഴിവുമില്ല. തംലികുഹു വമാ മലക, അവൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ കൊടുത്തതാണ്. ആ പങ്കാളിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നിന്റെ ഉടമാവകാശത്തിലാണ്, സ്വന്തമായി ഒന്നുമില്ല. വമാ മലക, അവൻ യാതൊന്നും ഉടമയാക്കുന്നില്ല.
എന്ന് അബൂജഹൽ കഅബ തവാഫ് ചെയ്യുമ്പോൾ പറഞ്ഞു എന്ന് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നു. അപ്പൊ അങ്ങനെ ലോകത്ത് ഈ നിർവചനം വെച്ചാൽ പിന്നെ ലോകത്ത് അബൂജഹലും ഒന്നാം നമ്പർ മുസ്ലിമാന്ന് പറയേണ്ടി വരും. ലോകത്തും അങ്ങനത്തെ മുസ്ലിം കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം സ്വന്തമായി കഴിവുള്ള മറ്റൊരു പങ്കാളിയെ സ്ഥാപിച്ച ഒരാളുമില്ല. തഫ്സീർ റാസിയിൽ അല്ലാമ റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞു, കേൾക്കണം നിങ്ങൾ, വഅലം വണങ്ങി എഴുതിച്ചോളി, വഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ ഇൽമി വൽ ഹിക്മതി വൽ ഖുദ്റതി വൽ വുജൂദി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. തഫ്സീർ റാസി എന്താ പറഞ്ഞത്? വഅലം, നീ മനസ്സിലാക്കണം, അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ, ലോകത്ത് ഒരാളും തന്നെ ഇല്ല, യുസ്ബിതു ലില്ലാഹി ശരീക, അല്ലാഹുവിന് പങ്കുകാരനെ സ്ഥാപിക്കുന്ന. ഏതു പങ്കുകാരൻ? യുസാവിഹി, റബ്ബിനോട് തുല്യമാകുന്ന, ഫിൽ ഇൽമി, അറിവിന്റെ കാര്യത്തിൽ, വൽ ഹിക്മതി, തത്വജ്ഞാനങ്ങളുടെ കാര്യത്തിൽ, വൽ ഖുദ്റതി, കഴിവിന്റെ കാര്യത്തിൽ, വൽ വുജൂദി, അസ്തിത്വത്തിന്റെ കാര്യത്തിൽ. അസ്തിത്വത്തിന്റെ കാര്യത്തിലും അറിവിന്റെ കാര്യത്തിലും കഴിവിന്റെ കാര്യത്തിലും റബ്ബിനെ പോലെ കഴിവുള്ള, റബ്ബിനെ പോലെ അറിവുള്ള, റബ്ബിനെ പോലെ അസ്തിത്വമുള്ള ഒരു പങ്കുകാരൻ ഉണ്ട് എന്ന് ലോകത്തൊരാളും വിശ്വസിക്കുന്നില്ല. വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ, അത് ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല. 7-ാം നൂറ്റാണ്ടിൽ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി എഴുതി വെക്കുന്നു, ഇന്നേ വരെ അത് ഉണ്ടായിട്ടില്ല. അതിനർത്ഥം ഇന്നേ വരെ ശിർക്ക് ഉണ്ടായിട്ടില്ല എന്നാണോ? അല്ലല്ലോ. അപ്പൊ അള്ളാഹിനെ പോലെ കഴിവുണ്ട്, സ്വയം കഴിവുണ്ട്, സ്വയം അറിവുണ്ട് എന്ന് ലോകത്തൊരാളും വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല, ഇന്നും അതില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. മൗലവി, അതായത് നേരത്തെ വ്യത്യാസം ചോദിച്ചപ്പോ ഇതുവരെ പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നു, ഈസാ നബി രോഗം ശിഫയാക്കി ഖുർആനിലില്ലേ? ഇല്ല. അങ്ങനെ ഒരു വാക്കേ ഇല്ല. എന്നാൽ വാക്കുമാൽ അബ്റസ, അതിന്റെ അർത്ഥം എന്താണ്? എന്താ പറഞ്ഞോളി. അല്ല, നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞ അർത്ഥം ഇല്ലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറയുന്നു ശിഫയാക്കി, വെള്ളപ്പാണ്ട് ശിഫയാക്കാൻ ഇങ്ങനെ ഒരുപാട് കഴിവ് ഈസാ നബിക്കുണ്ടായി എന്നാ ഖുർആൻ പറയുന്നത്. അങ്ങനെ അർത്ഥം വെച്ചോളി. കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അതാ വ്യത്യാസം. കഴിവല്ല, ശിഫയാക്കി. അത് പറഞ്ഞു. ശിഫയാക്കില്ലേ? അതാണ് ഞാൻ യഥാർത്ഥത്തിൽ അല്ലാഹു അക്ബർ. ശിഫയാക്കുന്നത് ആരാ? അതിപ്പോ നമ്മുടെ നാട്ടിൽ ശിഫയാക്കുന്നത് ആരാ? അല്ലാഹു. ഇവിടെ ഈ ഈസാ നബി ശിഫയാക്കി എന്ന് നിങ്ങൾ പറഞ്ഞു. വ്യത്യാസം ബാക്കി പറയും. അല്ല, വ്യത്യാസം. അതെ, ഞങ്ങളും പറയുന്നത് തന്നെയാണ്. മനസ്സിലായോ? നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. ചെറിയ പിന്നെ ഇൻതദൂഹും, ഇങ്ങനെ മുജാഹിദ് നേതാക്കളെ അനുയായികളെ പഠിപ്പിച്ച ഒരു 25-30 ആയത്തുകൾ. ഒമൻ അദല്ലു ഇൻതദൂഹും. ഞാൻ ചോദിക്കുന്നു, അല്ല ഞാൻ ചോദിക്കുന്നു, ഇൻതദൂഹും ലാ യസ്മഉ ദുആഅക്കും, അവിടെ ഒന്ന് അർത്ഥം വെക്കണം. എന്താണ് ഇൻതദൂഹും എന്ന് വെച്ചോളൂ. അപ്പൊ ഞാൻ മറ്റേ പറയണ്ടേ? ഈസാ നബിനെ പറയണ്ടേ? ഈസാനബിനെ പറഞ്ഞല്ലോ നിങ്ങൾ. എല്ലാം പറഞ്ഞുതരാം. നിങ്ങൾ 5 ചോദ്യം ചോദിക്കാം, ഒറ്റ വാക്ക് പറയുമ്പോൾ അത് കഴിയില്ല. യഥാർത്ഥത്തില് ശിഫയാക്കാനുള്ള കഴിവ് റബ്ബിനേ ഉള്ളൂ. അത് ഈസാ നബിക്കും കൊടുത്തിട്ടില്ല, ലോകത്ത് ഒരൊറ്റ നബിക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രത്യേകം എന്ത് പറഞ്ഞത്? വഉബരിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ് എന്ന് പറഞ്ഞത്. അത് കൊടുത്ത കഴിവ് എന്നല്ല. ബിഇദ്നില്ല എന്ന് പറഞ്ഞാൽ കൊടുത്ത കഴിവ് എന്നല്ല, അവിടെയാണ് നിങ്ങൾ പഠിച്ചത്. അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല. ആ നിലക്ക് ഏത് മുഴുജത്തുണ്ടോ അതൊന്നും കൊടുത്ത കഴിവേ അല്ല, കൊടുത്ത കഴിവേ അല്ല. അങ്ങനെ മുഴുജത്ത് എന്നുള്ളത് അങ്ങനെ കൊടുത്തൊരു കഴിവും അല്ല. നേരെ മറിച്ച് അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവരിലൂടെ അല്ലാഹു വെളിപ്പെടുത്തുന്നു. അതേ ഉള്ളൂ മുഴുജത്തും കറാമത്തും. അവിടെ കഴിവല്ല. ഇഷ്ടം പോലെ എല്ലാ സമയത്തും ആവശ്യം നമ്മളൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവായിട്ട് അല്ലാഹു കൊടുത്തിട്ടേ ഇല്ല. അവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്. ഒന്ന് കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ചു, അങ്ങനെ കഴിവല്ല. മുഴുജത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചവരാരും മുഴുജത്തിനെ കഴിവായി പരിചയപ്പെടുത്തിയിട്ടുമില്ല. അമ്പിയാക്കളും പറഞ്ഞിട്ടില്ല, ശേഷക്കാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചത്. അപ്പൊ ശിഫ നൽകുന്നതിന് പഠിച്ച റബ്ബേ ഉള്ളൂ. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്താണോ ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യും. രോഗിയെ തടവാം അല്ലാഹു കൽപ്പിച്ചു, അപ്പൊ തടവി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നില്ല എന്ന് പറയാൻ കാരണം അല്ലാഹു തന്ന കഴിവുണ്ട് എന്നല്ല, അല്ലാഹു തന്ന കഴിവ് കൊണ്ട് എന്നല്ല, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. അതാണ് അല്ലാഹു തന്ന കഴിവ് കൊണ്ട് എന്നതിനർത്ഥമില്ല. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഞാനിതാ സുഖപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്?
എന്തിനെ ഇതിനില്ല പറഞ്ഞത്? അത് തഫ്സീറിൽ വിശദമായി പഠിപ്പിച്ചു. റഹ്മാനായ റബ്ബിനോട് ഈസാ നബിയെ തുല്യപ്പെടുത്തി മനസ്സിലാക്കാതിരിക്കാനാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നെ മൂപ്പര ആവശ്യം എന്താ? ഇന്തദഉഹും അർത്ഥം വെക്കണം എന്നാണ്. അങ്ങനെ ചോദിച്ചാണ് അതിന് ഉത്തരം വേണ്ടേ? ഇതിന് ഉത്തരം വേണ്ടേ? അതിന് ചോദിച്ചോളി. ഇന്തദഉഹും എന്ന ആയത്തിന് അർത്ഥം വെക്കണം എന്നാ ഞാൻ നേരത്തെ വെച്ചു. നിങ്ങൾ അപ്പൊ ശ്രദ്ധിച്ചില്ല. നേരത്തെ അർത്ഥം പറഞ്ഞു, അപ്പൊ നിങ്ങൾ വേറെ പണി കഴിഞ്ഞു. ഏതായാലും പറഞ്ഞ സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്താണ്. يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. ഇതാണ് ആയത്ത് പൂർണ്ണമായി. സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്തുകൾ. അഥവാ യുലിജുൽ ലൈല ഫിൻ നഹാർ, അല്ലാഹു തആല രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. വയുലിജുൻ നഹാറ ഫിൽ ലൈൽ. ശ്രദ്ധിക്കണില്ല, അർത്ഥം വെക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കണില്ല. കേൾക്കി. യുലിജുൽ ലൈല ഫിൻ നഹാർ, രാത്രിയെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ട്യൂഷൻ കുടിക്കാതെ അത് കഴിഞ്ഞിട്ട് പറയാം. അത് പറ്റില്ല. ഒന്നും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അടുത്ത ചോദിച്ചോട്ടെ, എങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കല്? അല്ലല്ല, ആയത്ത് ഫുള്ള് വന്നു. അതിന്റെ വാക്യം അത് തുടക്കം മുതലാണ്. എന്താ യുലിജുൽ വേണ്ട എന്തൊരു പ്രയാസങ്ങൾക്ക്? അത് വിഷയം തന്നെയാണ്. ആയത്ത് പകുതി മതിയാൽ അത് സംഗതി പ്രശ്നമാണ്. യുലിജുൽ ലൈല ഫിൻ നഹാർ, അല്ലാഹു തആല രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. വയുലിജുൻ നഹാറ ഫിൽ ലൈൽ, പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തിയിരിക്കുന്നു. കുല്ലു യജ്രീ ലി അജലിൻ മുസമ്മാ, എല്ലാം നിശ്ചിതമായ അവധി വരെ സഞ്ചരിക്കുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങൾ റബ്ബായ അല്ലാഹ്. കണ്ട, സമദിയത്തല്ല അവിടെ പറഞ്ഞത്. അതങ്ങൾ വേണ്ട കാരണം സമദിയത്തല്ല പറഞ്ഞത്. അല്ലാഹു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു. സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം നിശ്ചിത സമയം വരെ സഞ്ചരിക്കുന്നു. അവനാണ് നിങ്ങൾ റബ്ബായ അല്ലാഹ്. ലഹുൽ മുൽക്കു, അവനാണ് അധികാരം, അവനാണ് അധികാരം. എന്നിട്ടാണ് പറഞ്ഞത് വല്ലദീന തദഊന മിൻ ദൂനിഹി, അവന് പുറമേ നിങ്ങൾ ആരോടെല്ലാം ദുആ ചെയ്താലും ശരി, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കക്കുരുവിന്റെ മീതെയുള്ള പാട പോലും ഉടമയാക്കുന്നില്ല. കണ്ടങ്ങള്, സമദിയത്തല്ല. അല്ലാഹു രാവിലെ പകലിൽ പ്രവേശിപ്പിച്ചു, പകലിന് രാവിലെ പ്രവേശിപ്പിച്ചു. സൂര്യചന്ദ്രനെ അധീനപ്പെടുത്തി എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ഉടമ അല്ലാഹുവാണ്. അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ ആരോട് തേടിയാലും കാരക്കക്കുരുവിന്റെ മീതെ കാണുന്ന വെളുത്ത ഒരു പാട പോലും അവർ ഉടമയാക്കുന്നില്ല. കണ്ട, 1% പോലും ഇല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. സമദിയത്ത് മാത്രമല്ല വ്യത്യാസം. എന്നിട്ടാണ് പറഞ്ഞത് ഇന്തദഊഹും, അതുകൊണ്ട് നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, തേടിയാൽ, സഹായം അർത്ഥിച്ചാൽ, ഇസ്തിഗാസ ചെയ്താൽ, ഇന്തദഊഹും, നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ, നിങ്ങൾ ഇസ്തിഗാസ ആരോട്? വല്ലദീന തദഊന മിൻ ദൂനിഹി, പഠിച്ചോ തന്നെ പറഞ്ഞു, വല്ലദീന തദഊന മിൻ ദൂനിഹി, അവന് പുറമേ നിങ്ങൾ ആരോട് തേടുന്നുവോ, അവന് പുറമേ നിങ്ങൾ ആരോട് തേടുന്നുവോ, ഇൻ തദഊഹും, നിങ്ങൾ അവരോട് തേടിയാൽ. വ്യക്തമാണ്. വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരോട് തേടുന്നുവോ അവരാരും മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അതുകൊണ്ട് ഇൻ തദഊഹും, നിങ്ങൾ അവരോട് തേടിയാൽ. ആരോടുന്നോ? വല്ലദീന, ആര്? നിങ്ങളും ഞാനൊക്കെ. ആര് തേടിയാലും അത് ശരി. മക്കത്തെ മുസ്ലിക്ക് തേടിയ ശിർക്ക്, നമ്മൾ തേടിയ ശിർക്കല്ല. നിങ്ങൾ തേടിയാലും ഞാൻ തേടിയാലും അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ശിർക്ക് എന്നുള്ള സുന്നി മുജാഹിദ് പ്രശ്നമല്ലാതെ. ഇൻ തദഊഹും, നിങ്ങൾ അവരോട് തേടിയാൽ, അവർ തേടിയാൽ എന്നല്ല, നിങ്ങൾ തേടിയാൽ. ഈ ആയത്തുകൾ ഇമാമുക്കും ഓതുമ്പോ നിങ്ങൾക്കും മൗമിക്കും ബാധക, ഞാൻ ഓതുമ്പോ ഈ എല്ലാവർക്കും ബാധക. അല്ലാഹ് പറ ഇൻ തദഊഹും, നിങ്ങൾ അവരോട് തേടിയാൽ. എന്താ തേടിയാൽ? ലാ യസ്മഊ ദുആഅകും, നിങ്ങളെ ദുആ അവർ കേൾക്കുകയില്ല. മദീനോ ആയത്തുകൾ അർത്ഥം വെക്കണ്ടേ? നിങ്ങൾ തേടിയാൽ ലാ യസ്മഊ ദുആഅകും, നിങ്ങളെ ദുആ അവർ കേൾക്കുകയില്ല. അത് ഖുർആൻ പഠിപ്പിച്ചു. നിങ്ങളൊക്കെ പഠിപ്പിച്ച എന്താ? വല്ലാ നീലത്തീനുമെന്നെ വിളിപ്പോർക്ക് വായ് പൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. എവിടുന്ന് വിളിച്ചാലും ശരി, വായ പൂടും മുമ്പ് ഉത്തരം ചെയ്യും. അല്ലാഹ് പറയാ ഉത്തരം ചെയ്യൂല.
എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന കുതുബിയത്തിലോ വമൻ യുനാദി ഇസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സുർമൻ ലിഗഫ്വതിഹി അജബ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. ഒക്കെ കേൾക്കാൻ പുസ്തകങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ടാവുള്ളൂ, വേറെ എവിടുന്നും കേൾക്കൂല. മുജാഹിദുകളെ ഓരോ വായന കേൾക്കങ്ങൾ വരൂല. അപ്പൊ ആയത്തിന്റെ നേരെ വിരുദ്ധമാണത്. അതെ, ആയത്തിന്റെ അർത്ഥത്തിന് നേരെ വിരുദ്ധമായതാണത്. അതാണോ ഒന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് പറയണ്ടേ? അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഉമർ ഖത്താബ് പറഞ്ഞില്ലേ, ജാഹിലിയത്ത് അറിഞ്ഞാലേ ഇസ്ലാം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. അതായത് 1000 പ്രാവശ്യം വിളിച്ചാൽ അവന് പെട്ടെന്ന് ഉത്തരം ചെയ്യും. അവിടെ എന്താ പറഞ്ഞത്? മിൻ അജ്ലി ദഅവതിഹി, മിൻ അജ്ലി ദഅവതിഹി, ആ ദഅവത്ത്, ആ ദുആ കാരണമായി ഫൽയദ്ഉ, അവൻ ദുആ ചെയ്യട്ടെ, യാ മുഹിയദ്ദീനി, മുഹിയദ്ദീൻ ദുആ ചെയ്യട്ടെ. അല്ലാഹ് പറയാ ഇൻ തദ്ഉഹും, ദുആ ചെയ്താ കേൾക്കൂല. ഇവിടെ പറയാ ദുആ ചെയ്തോളി, കേൾക്കും, ഉത്തരം ചെയ്യും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ എന്താ? ശേഷം അല്ലാഹു തആല പറഞ്ഞു, കേട്ടോളി, വലൗ സമിഉ മസ്തജാബു ലക്കും, വലൗ സമിഉ, കേട്ടുവെന്ന് വെച്ചാൽ തന്നെ, കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ, തഫ്സീർ ബൈദാവി കാണാം, ഐ ഫർളൻ, അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ, കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. കേൾക്കുകയില്ല, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യില്ല. വയൗമൽ ഖിയാമ, അന്ത്യനാളിൽ, യക്ഫുറൂന, അവർ നിഷേധിക്കും, ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ പടച്ച റബ്ബിനെ പോലെ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ ആരുമില്ല. അല്ലാഹു തആല പറഞ്ഞു തരുന്ന പോലെ ഒരാളും പറഞ്ഞു തരൂല എന്ന് കൂടി പടച്ച റബ്ബ് വീണ്ടും പറയുന്നു. ശരി, നിങ്ങൾ പറഞ്ഞു. ശരിയായ ഉത്തരം പറയാതെ ഇല്ല, ഒരിക്കലും വിടാൻ പാടില്ല. അതായത് ഇൻതദൂഹുവിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാം ശിഫയാക്കി, ഈസാ നബി അലൈഹിസ്സലാം ശിഫയാക്കി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു അത് കഴിവല്ല, പിന്നെന്താണ്, അത് ഉദ്ദേശമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ സംസാരിക്കുകയാണ് മൈക്കയിൽ, അത് നിങ്ങളെ കഴിവാണോ? കഴിവാണ്. നിങ്ങൾ പറഞ്ഞു അല്ലാഹ് ഒരാൾക്കൊരു കഴിവ് കൊടുത്തിട്ടില്ല എന്നല്ലേ? അല്ല, അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. ഈസാ നബി അലൈഹിസ്സലാമിനിക്ക്, ഈസാ നബി അലൈഹിസ്സലാം രോഗം ശിഫയാക്കി എന്ന് പച്ചയായി നസ്സാണ് ഖുർആൻ. അപ്പൊ അത് കഴിവാ? ഈസാ നബിന്റെ കഴിവാ? നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളെ കഴിവാണ്. ഈസാ നബി ശിഫയാക്കിയത് ഈസാ നബിന്റെ കഴിവല്ല. ഇത് എന്തോ ഒരു അർത്ഥമില്ലാത്ത ചോദ്യം. അവിടെയാണ് ഇത്. അവിടെയാണ് പ്രശ്നം. അല്ല, ഞാൻ പറയുന്നു ഈസാ നബി അലൈഹിസ്സലാം ശിഫയാക്കി, നിങ്ങൾ മൈക്കിൽ സംസാരിക്കുന്നു, ഞാൻ നടക്കുന്നു, അവൻ ഭക്ഷണം കഴിക്കുന്നു, കൈ ഇങ്ങനെയാക്കുന്നു, ഇതൊക്കെ എന്റെ കഴിവാ. പക്ഷേ എന്റെ സ്വന്തം കഴിവല്ല. റബ്ബ് വിചാരിക്കണം ഇതിനിങ്ങനെ ചെയ്യാൻ. റബ്ബ് വിചാരിച്ചാലേ കഴിയൂ. അപ്പൊ അല്ലാഹു തആല കഴിവ് കൊടുത്തു, പക്ഷെ കൊടുത്തിട്ടില്ല എന്ന് വാദമുണ്ടോ? മഹാന്മാർക്ക് കഴിവ് കൊടുത്തു എന്നതിന് ഞാൻ തെളിവ് പറയാ, കേട്ടോളി. അവിടുന്ന് എന്നൊരു ഹദീസ് ഉണ്ടല്ലോ. ഒരാള് വലിയായി കഴിഞ്ഞാൽ, ഔലിയായാൽ അവന്റെ കൈയും കണ്ണും കാലും ഞാനാകുമെന്ന് ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറഞ്ഞു, എന്താണ് ഈ കണ്ണും കൈയും കാലും കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഔലിയാക്കൾക്ക് അസാധാരണ ശക്തി കൊടുത്തു, അസാധാരണ കഴിവ് കൊടുത്തു. അപ്പൊ നിങ്ങളെ വാദം സ്ഥിരപ്പെടുത്താൻ അത് കഴിവല്ല, അത് അല്ലാഹു തആല അനുവദിച്ചത് എന്തൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിവാണ് എന്നതിന് ഏതൊരാൾക്ക് പോലും ബോധ്യപ്പെടും. കാരണം എന്താ? കഴിവ് എല്ലാവർക്കും ഉണ്ട്, ഒരുപാട് കഴിവുണ്ട്, എന്തൊക്കെ അത്ഭുത കഴിവുകളുണ്ട്. പക്ഷേ എല്ലാം കൊടുത്തത് റബ്ബാണ്. നിങ്ങൾ കഴിവ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ ചെയ്യുന്നതൊക്കെ എന്താ? അത് അല്ലാഹ് കൊടുത്ത കഴിവല്ലേ? ആണ്, കഴിവാണ്, പക്ഷെ അല്ലാഹ് കൊടുത്തതാണ്. പിന്നെ നിങ്ങൾ തൽബിയത്ത് പറഞ്ഞു. തൽബിയത്തെ കുറിച്ച് പറയാനുള്ളത് അതിന്റെ അവസാനം പറഞ്ഞല്ലോ, ഇല്ലാ ശരീക്കൻ ഹുവ, ഒരു പങ്ക്, ഒരു മിൽക്ക് അല്ലാതെ. അപ്പോ മക്കാ മുശ്രിക്കീങ്ങളെ വിശ്വാസം നിങ്ങൾ പറയണ്ട. എന്തുകൊണ്ട്? അവരുടെ വിശ്വാസം ക്ലിയറാണ്. എല്ലാം അല്ലാഹ് അല്ലാത്ത ദൈവമുണ്ട്, ഒരു മിൽക്കിയത്തുടയവൻ ഉണ്ട് എന്ന വിശ്വാസം. ഒരു മുഹിയദ്ദീൻ ശേഖിനെ കുറിച്ചോ ഒരു മഹാനെ കുറിച്ചോ ഇവനിക്ക് മിൽക്കിയത്തുണ്ട്, ഉടമാവകാശമുണ്ട് എന്നാരും വിശ്വസിക്കുന്നില്ല. മറിച്ച് വിശ്വസിക്കുന്നത് അല്ലാഹനെ പോലെ ഉണ്ട് എന്നല്ല,
പിന്നെ അല്ലാഹ് കൊടുത്ത കഴിവ് അതെവിടെ പറഞ്ഞു? ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു, ഇൻതദൂഹും എന്നതിൽ കല്ല്, കരട്, കാഞ്ചിര, കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖം, പാമ്പ് വരെയുള്ള 30 ദൈവങ്ങളെ മക്ക മുശ്രിക്കീങ്ങൾ വിളിച്ചു. അവരെ പറ്റിയല്ലേ അതിൽ പറഞ്ഞത്? ഔലിയാക്കൾ എന്നെവിടെ? മഹാന്മാർ, അമ്പിയാക്കൾ എന്നെവിടെ? കാണിക്ക്. ഏത് തഫ്സീറിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ എന്നുണ്ടോ? ഇൻതദൂഹും എന്നതിൽ ഇവിടെ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന, സഹായം തേടുന്ന അമ്പിയാക്കൾ ഇതിൽ പെടും, ഔലിയാക്കൾ പെടും. തഫ്സീറുണ്ടോ? ഉണ്ടെങ്കിൽ അതേ ഒന്ന് അർത്ഥം വെക്കണം. ചോദിക്കുന്ന ആളുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ വളരെ ഭംഗിയായി ചോദിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഒരാളും തന്നെ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. എല്ലാവർക്കും ഇരിക്കുവാനുള്ള സദസ്സിൽ കസേര തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് നിയമപാലകന്മാർ അനുവദിച്ച സമയത്തിനുള്ളിൽ അനുവദിക്കാവുന്ന രൂപത്തിൽ എല്ലാവർക്കും സമയം അനുവദിക്കും. ഒരാളും തന്നെ അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ടതില്ല. ഇവിടെ ഇതുവരെ ചോദ്യം ചോദിച്ച സുഹൃത്ത് വളരെ ഭംഗിയായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ തൽക്കാലം ഒന്ന് ആ ഭാഗത്തേക്ക് മാറി നിൽക്കുക. ചോദ്യം ചോദിക്കാൻ വന്നിട്ടുള്ള സഹോദരങ്ങൾ കിട്ടിയ കസേരകളിൽ ഇരിക്കുക. ഈ ഒരു പരിപാടി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ സഹകരിക്കുക. വളരെ ഭംഗിയായിട്ട് ഈ സുഹൃത്ത് ചോദ്യം ചോദിക്കുന്നു, അതിന് വളരെ മാന്യമായി നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കയറി വന്ന് നമ്മുടെ ഈ സദസ്സിന്റെ മാന്യത അലങ്കോലപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത് എന്ന് ആവർത്തിച്ചുണർത്തുകയാണ്. ബഹുമാന്യരായ നമ്മുടെ നിയമപാലകന്മാർ നമ്മളോട് ഏറെ സഹകരിക്കുന്നു. അവർ നൽകുന്ന പൂർണ്ണമായ സമയത്തിനുള്ളിൽ നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കും. അതിനിടയിൽ മാന്യമായിട്ട് ചോദിക്കാൻ എല്ലാവർക്കും അവസരം നൽകുകയാണ്. ഈ സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് ഫൈസൽ മൗലവി മറുപടി തുടരുന്നു. 2-3 കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടു. വളരെ മാന്യം, ഒരു പ്രശ്നം മാന്യമായി നിന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ മാന്യമായി അദ്ദേഹം ചോദിച്ചു, മാന്യമായി തന്നെ നമ്മളും പറയുന്നു. എല്ലാം ശ്രദ്ധിക്കാം. 2-3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, തഫ്സീർ റാസിയുടെ പേരിൽ അദ്ദേഹം ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന്. നിങ്ങൾക്ക് പറയാം, അവിടെ ഇരിക്കുക, അവസാനം ചോദിക്കാം. തഫ്സീർ റാസിയുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്, ഇവിടെ മക്കത്തെ മുശ്രിക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇല്ലാ ശരീകൻ ഹു വലക തംലികുഹു വമാ മലക എന്നാണ് പ്രശ്നം. ഒരു ശരീക്ക് ഒഴികെ, തംലികുഹു നീ അവനെ ഉടമയാക്കുന്നു, വമാ മലക അവൻ ഒന്നും ഉടമയാക്കിയിട്ടില്ല. ആ പങ്കുകാരൻ ഒന്നും ഉടമയാക്കിയിട്ടില്ല. പടച്ച റബ്ബ് കൊടുത്തതേ ആ പങ്കുകാരനുള്ളൂ എന്നർത്ഥം. അള്ളാഹു കൊടുത്തതേ ഉള്ളൂ, അല്ലാത്ത ഒന്നുമില്ല. എന്നിട്ട് പറഞ്ഞെന്താ, ഇവിടെ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി അദ്ദേഹത്തിന് അങ്ങനെ മിൽക്കിയത്തുണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്നാണ്. മുഹീദ്ദീൻ ശൈഖിന് മിൽക്കിയത്തില്ല എന്നാണ് വിശ്വാസം. അത് ഉണ്ട് എന്നാണോ? കുതുബിയത്തിൽ കാണാം. എന്താ ബസ്റുഫു ആദി സിറാത്തൻ അൻത സാലികുഹു വല്ലാഹു അഅതകഹു ഫഅൻത മാലികുഹു ഫഅൻത മാലികുഹു. മുഹീദ്ദീൻ ശൈഖ്, താങ്കളാണ് ഇതിന്റെ മാലിക്, താങ്കളാണ് ഉടമാവകാശി, താങ്കളാണ് ഉടമക്കാരൻ. അപ്പൊ മിൽക്കിയത്ത് തന്നെയാണ് ആ കുതുബിയത്തിൽ പരാമർശിക്കപ്പെട്ടത് എന്നർത്ഥം. ഇനി രണ്ടാമതൊരു വിഷയം ഞാൻ ആവർത്തിച്ചു പറയുന്നു. സഹോദരൻ സൂചിപ്പിച്ചത് ഈ സംസാരിക്കുന്ന സംസാരം, നമ്മൾ കാണുന്ന കാഴ്ച, നമ്മൾ കേൾക്കുന്ന കേൾവി, അതൊക്കെ കഴിവാണോ? കഴിവാണ്. ഏത് കഴിവ്? പടച്ച റബ്ബ് തന്ന കഴിവ്. എന്നാൽ മുഅ്ജിസത്ത് കറാമത്തിനെ പറ്റി കഴിവ് എന്ന് പഠിപ്പിച്ചിട്ടേ ഇല്ല. അതെ, അതാണ് അല്ലാഹു അക്ബർ. അവിടെയാണ് തക്ബീർ ചൊല്ലേണ്ടത്. എന്താ പറഞ്ഞത്? കറാമത്ത് മുഅ്ജിസത്തിനെ കുറിച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും, കുഴപ്പമില്ല. കറാമത്ത് മുഅ്ജിസത്തിനെ കുറിച്ച് കഴിവ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അവിടെയാണ് വ്യത്യാസം. തഫ്സീർ റാസിയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഇല്ലേ ഇല്ല. അസാധാരണ കഴിവ് അവർക്ക് കൊടുത്തു ഞങ്ങൾ പറഞ്ഞ പ്രയോഗം, അസാധാരണ കഴിവ് അവർക്ക് കൊടുത്തു, അങ്ങനത്തെ പ്രയോഗം റാസിയിലില്ല. ഇനി രണ്ടാമത്, മുഴുവൻ കേട്ടിട്ട് ചോദിച്ചോളി, ഉത്തരം മുഴുവൻ കേൾക്കി. രണ്ടാമത് നിങ്ങൾ പറഞ്ഞെന്താ, സൂറത്ത് ഫാത്തിറിലെ ആയത്ത് അത് കല്ലുകളുടെ കാഞ്ഞിര പുത്തി മുതൽ മുള്ളുമുരുടെ മൂക്കം പാമ്പ് വരെയാണ്, അതിനപ്പുറത്തേക്കില്ല. അപ്പൊ അർത്ഥം എന്താണ്? ബാക്കി എല്ലാവർക്കും പിന്നെ ഈ പറഞ്ഞത് ബാധകല്ല എന്നാണോ? അള്ളാഹു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു, സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തിയിരിക്കുന്നു, എല്ലാം നിശ്ചിത അവധി വരെ സഞ്ചരിക്കുന്നു. അവനാണ് അധികാരം, അവനാണ് റബ്ബ്.
മറ്റുള്ളവര് ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പൊ കല്ലും കഴും കാഞ്ഞിരെ കുത്തി ഉടമയാക്കുന്നില്ല എന്നാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉടമവകാശം ഉണ്ട് എന്നാണ് വിശ്വാസം. അല്ലാഹു പറഞ്ഞെന്താ, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും അവരാരും ഉടമയാക്കുന്നില്ല. അപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞ വിശ്വാസപ്രകാരം എന്താ? കല്ലിനോ കരടിനോ കാഞ്ഞിരക്കുറ്റിക്കോ അങ്ങനെ ഉടമാവകാശമില്ല, അല്ലാത്തവരുണ്ട് അല്ലേ? അപ്പൊ അർത്ഥം ഇപ്പൊ നിങ്ങളെ അർത്ഥം പറഞ്ഞത് ഞങ്ങൾ ആരും മിൽക്കിയത്ത് വാദിക്കുന്നില്ല. അപ്പൊ അത് വൈരുദ്ധ്യമായി. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ വളഞ്ഞു പിടിച്ച് ഇറങ്ങാറാകേണ്ട ഒരാവശ്യമില്ല. വളഞ്ഞു പിടിച്ച് ഇടങ്ങാറായി ഇങ്ങനെ പ്രയാസപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഈ ലോകത്ത് അല്ലാഹുവിനെ പഠിപ്പിച്ചെന്താ? അവനാണ് രാത്രിയെയും പകലിനെയും സംവിധാനിക്കുന്നത്, അവനാണ് സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നത്. അതിന്റെ സഞ്ചാര നിശ്ചിതമായ അവധി വരെയാണ്. അതിന് ഉടമാവകാശം ആർക്കാണോ അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനെ മാത്രം ആരാധിക്കുക. പിന്നെ അതിന് ഉപോത്ബലകമായി നിങ്ങൾ പറഞ്ഞെന്താണ്? ഖുദ്സിയായ ഹദീസാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കിതാബുൽ റിഖാഖിലാണ് ആ ഹദീസ് ഉദ്ധരിച്ചത്, ഖുദ്സിയായ ഹദീസ്. അതെന്താ? എന്റെ അടിമ എന്നിലേക്ക് അടുക്കാൻ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടത് ഫർളുകളാണ്. അതിനുശേഷം പിന്നെ സുന്നത്തുകളെ കൊണ്ടാണ് അടുക്കുക. ഫർള് കഴിഞ്ഞാൽ ആ സുന്നത്ത് കൊണ്ട് എന്റെ അടിമനിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവന്റെ കൈ ഞാനാകും, അവന്റെ കാല് ഞാനാകും, അവന്റെ കണ്ണ് ഞാനാകും, അവന്റെ കാത് ഞാനാകും. ബാക്കി എന്താ? അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. അവനോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ഈ ഹദീസ് വിശദീകരിച്ച് ആരാ പറഞ്ഞത്? ഒരിക്കൽ അള്ളാഹിന്റെ കഴിവുണ്ടാകുന്നു, സ്വയം അതോ അല്ലാത്ത എന്തെങ്കിലായിക്കോട്ടെ, അതാണോ പഠിപ്പിച്ചത്? അല്ലല്ലോ. നേരെ മറിച്ച് ഈ ഹദീസിന് ഫത്ഹുൽ ബാരിയിൽ 7 വ്യാഖ്യാനങ്ങൾ കാണാം. നിങ്ങൾ പറഞ്ഞ ഈ ഹദീസിന് ഫത്ഹുൽ ബാരി ഇമാം അസ്ഖലാനി 7 വിശദീകരണം കൊടുത്തു. ആ 7 വിശദീകരണത്തിലും നിങ്ങൾ ഈ പറഞ്ഞ വിശദീകരണമില്ല. തഫ്സീർ റാസിയിൽ നിങ്ങൾ പറഞ്ഞു അവർക്ക് അസാധാരണ കഴിവുണ്ടാകും. ആ വാക്കുകൾ വായിക്കും. അസാധാരണ കഴിവുണ്ടാവുന്ന റാസി മാത്രം അവിടെ വായിക്കും. റാസിന്റെ പേര് ഇല്ലാത്ത പറഞ്ഞിരിക്കുന്നു, തഫ്സീർ റാസിന്റെ പേര് ഇല്ലാത്തത് പറഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ വായിക്കി. അസാധാരണ കഴിവുണ്ടാകും എന്ന് നിങ്ങൾ പറഞ്ഞു വായിക്കി. അതാ വായിക്കട്ടെ. അദ്ദേഹം വായിക്കട്ടെ, ഇടങ്ങാറാക്കല്ലേ, അദ്ദേഹം വായിക്കട്ടെ. ഒരു മിനിറ്റ് അല്ല, ഞാൻ നേരത്തെ അത് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു 5 മിനിറ്റ് നീ സംസാരിച്ചാൽ 6 മിനിറ്റ് എനിക്ക് സംസാരിക്കണം. നിങ്ങൾ വായിച്ചത് എനിക്ക് സംസാരിക്കണം. നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞു. ആ കിതാബിൽ ഉണ്ടെന്ന് പറഞ്ഞു വായിക്കി. അതാ വായിക്കട്ടെ. അസാധാരണ കഴിവ് കൊടുക്കുന്ന റാസി ഇവിടെ വിശദീകരിക്കുകയാണ്. ഒരാള് ത്വാഅത്തിന് മേൽ പതിവായാൽ അഥവാ സുന്നത്ത് കൊണ്ട് വലിയായാൽ ബലഗ ഇലൽ മഖാമില്ലദി, ഒരു സ്ഥാനത്തേക്ക് അവൻ എത്തുകയാ. ഏതാ സ്ഥാനം? യഖൂലുല്ലാ കുന്തു ലഹു സംഅൻ വ ബസറാ, അല്ലാഹ് പറഞ്ഞല്ലോ ആ ഒരു സ്ഥാനത്തേക്ക് അവൻ എത്തുകയാ. എന്നിട്ടോ ഫൈദാ സോറ നൂറൻ ജലാലില്ലാഹി സംഅൻ ലഹു സമിഅൽ ഖരീബ വൽ ബഈദാ. കണ്ടോ? അതല്ല ചോദിച്ചേ. ആ അടിമ വലിയായി കഴിഞ്ഞാൽ അടുത്തുള്ളതും ദൂരെ ഉള്ളതും അവൻ കേൾക്കുന്നു. അപ്പൊ അത് അസാധാരണല്ലേ? അതല്ല ചോദിച്ചത്. അത് അസാധാരണല്ലേ? ദൂരെ ഉള്ളത് കാണുന്നത് സാധാരണമാണോ? ഉള്ളത് കാണുന്നത് സാധാരണമാണോ? അതന്നെ ചില നിരൂപണത്തിലൂടെ നിങ്ങളെ വാദം നിങ്ങൾ സ്ഥിരപ്പെടുത്തുകയാണ്. ബഈദായത് കാണുമെന്ന് പറഞ്ഞാൽ ഇമാം റാസി ബഈദായത് കാണുമെന്ന് പറഞ്ഞാൽ അത് സാധാരണമാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സംഭവം നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല. ബഈദായത് ഒരു വലിയ കാണും എന്ന് ഇമാം റാസി പറയാണ്. അതാ ഞങ്ങൾ പറഞ്ഞത്. ഇൻതദൂഹും എന്ന് പറയുന്നിടത്ത് ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്, അല്ലാഹു സമദിയത്തുടയവനാണ്, എനിക്കും ആ സമദിയത്തുണ്ട്, ഞാൻ ദൈവനാണ്, എനിക്ക് സ്വന്തം ഉടമസ്ഥതയുണ്ട് എന്ന നിലക്ക് മക്ക മുശ്രിക്കീങ്ങൾ ചോദിച്ചു. അവരോട് അല്ലാഹു പറഞ്ഞു പാടില്ല, കേൾക്കൂല. നിങ്ങൾ റാസിന്റെ പേര് പറഞ്ഞ ആ വാചകം എനിക്ക് കിട്ടേണ്ടത് അസാധാരണ കഴിവ് അവന് കൊടുക്കുന്നതാ പറഞ്ഞു. അത് റാസിയിലില്ലാതെ അതോടെ അവർ കഴിവല്ല. അതാ വ്യത്യാസം. അതാണ് വ്യത്യാസം. ബഴീതന കഴിവിന, ബഴീനർത്ഥം കഴിവിന, അതിന് കഴിവിനർത്ഥം അവിടെയാണ് വ്യത്യാസം. അത് കാണോ കാണുന്നല്ല പ്രശ്നം, അതല്ല തർക്കം സുഹൃത്തെ. അവിടെ അല്ല തർക്കം, അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അതിനാർക്കാ തർക്കമുള്ളത്? അതല്ല തർക്കം. ഇവിടെ പ്രശ്നം എന്താ? അവർക്ക് അസാധാരണ കഴിവ് കൊടുക്കുന്ന പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞെന്താ? അത് കഴിവല്ല. അതിന്റെ പേര് എന്തോ ആയിക്കോട്ടെ, കഴിവല്ല. അതിന്റെ പേര് കഴിവല്ല. കാരണം
കൂക്കിക്കോളി. നിങ്ങളെ സ്വഭാവങ്ങൾ കാണിക്കണം, നിങ്ങളെ സ്വഭാവങ്ങൾ കാണിക്കണം. അതെന്നെ ആവശ്യം. നിങ്ങൾ തനി സ്വഭാവം കാണിക്ക്. നിങ്ങൾ അതിനാണോ വന്നത്? അവിടെ നിങ്ങളെ സ്വഭാവം കാണിച്ചോളി. നിങ്ങൾ കൂക്കിക്കോളി, നിങ്ങൾ തക്ബീർ ചൊല്ലിക്കോളി. നിങ്ങൾ അതേ കാണിക്കൂ, ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാ. പക്ഷെ ഇവിടുന്ന് ആ ശൈലി ഉണ്ടാവില്ല. നിങ്ങൾ ഒച്ചപ്പാടും ബഹളും തക്ബീറും ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഏതായിരുന്നാലും ശരി. ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞെന്താ, അവർക്ക് അല്ലാഹു തആല കഴിവ് കൊടുക്കുന്ന കഴിവുമായി ബന്ധപ്പെട്ട പരാമർശമേ അതിലില്ല. കറാമത്ത് മുഅ്ജിസത്ത് കൊണ്ട് കാണും സംശയമുള്ള അതിന് സംശയമില്ലാന്ന്. ബഈദിന് സംശയമില്ല, ഖരീബിനും സംശയമില്ല. അത് ഞങ്ങൾ എത്രയോ കാലം പഠിച്ചതല്ലേ. ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ അവർക്ക് കഴിവ് എവിടുന്ന് കിട്ടി? അതാണ് വ്യത്യാസം. അതാ ഞാൻ പറഞ്ഞത്. അത് കഴിവല്ല. അത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പ്രകടിപ്പിക്കുന്ന കറാമത്തുകൾ, അതാണത്. അത് കഴിവല്ല. അതോടെ നേരത്തെ പറഞ്ഞ കറാമത്തിന് കഴിവ് എന്ന് പറയാൻ പറ്റൂല. അപ്പോഴാണ് നിങ്ങൾ എന്ത് പറഞ്ഞത്? നിങ്ങൾ കേൾക്കി. അപ്പോഴാണ് നിങ്ങൾ എന്ത് പറഞ്ഞത്? അസാധാരണ കഴിവ് കൊടുക്കുമെന്ന് റാസിയിലുണ്ട്. അത് റാസിയിലില്ല. കറാമത്ത് കൊണ്ട് വഴിയിൽ കാണും. സംശയമല്ലോ. മുഅ്ജിസത്ത് കൊണ്ട് വഴിയിൽ കാണും, സംശയമല്ലോ. ഖരീബ് കാണാൻ കറാമത്ത് വേണോ? ഖരീബ് കാണാൻ മുഅ്ജിസത്ത് വേണോ? അത് സംശയമില്ല. മുഅ്ജിസത്ത് കറാമത്ത് എന്താണ്? അസാധാരണമായതാ. നിങ്ങൾ കേട്ടോളി, നല്ലതാണ്. കറാമത്ത് മുഅ്ജിസത്ത് എന്ന വിഷയം തന്നെ എന്താണ്? കാര്യകാലങ്ങൾക്ക് അതീതമാണ്, അസാധാരണമാണ്. സാധാരണ കാഴ്ച കാര്യം കറാമത്ത് എന്ന് അറിയോ? നിങ്ങൾ കേൾക്കി. ഹലോ ഒരു മിനിറ്റ്. നിങ്ങൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ നിയമപാലകർ നമ്മളെ സമയം മാന്യമായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് മാന്യമായിട്ട് ഉത്തരം തരുന്നുണ്ട്. അതിന് നിയമപാലകർക്ക് നിങ്ങൾ മാന്യമായിരുന്നാൽ നിയമപാലകന്മാർ സഹകരിക്കും. അതല്ലെങ്കിൽ അവർക്ക് വേറെ നിർവാഹമില്ല. അതുകൊണ്ട് നിങ്ങൾ മാന്യമായിരുന്നാൽ നമുക്ക് എത്ര സമയം വരെ അവർ അനുവദിക്കും. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വേറെ നിർവാഹമില്ല. അതവർ പറയുന്നത്. ഏതായിരുന്നാലും ഇവിടെ എന്തായിരുന്നാലും മുഅ്ജിസത്ത് കറാമത്ത് ഇവിടെ പ്രശ്നം ദൂരമുള്ളതും അടുത്തുള്ളതും കാണുമെന്നല്ല. അടുത്തുള്ളത് കണ്ടാൽ അതിന് കറാമത്ത് പറയില്ലല്ലോ. അതിനപ്പുറം കാണുമ്പോഴേ കറാമത്ത്. അടുത്തുള്ളത് കണ്ടാൽ മുഅ്ജിസത്താകോ? അതിനപ്പുറം കാണുന്നതിലെ മുഅ്ജിസത്ത്. അതിൽ തർക്കമില്ലല്ലോ. അകലെയുള്ളത് കാരണങ്ങൾക്ക് അതീതമായ കാഴ്ച, അതാണല്ലോ കറാമത്തിലുണ്ടാവുക, അതാണോ മുഅ്ജിസത്തിലുണ്ടാകുക. പക്ഷെ അത് അവരുടെ കഴിവാണോ? അവിടെയാണ് വ്യത്യാസം, അവിടെയാണ് ചർച്ച. മറ്റു തീർച്ചയല്ലേ ഉണ്ടായ മുഅ്ജിസത്തുകൾ, ഉണ്ടായ കറാമത്തുകൾ എല്ലാം അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് കറാമത്ത് മുഅ്ജിസത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. കറാമത്ത് മുഅ്ജിസത്ത് അഭൗതിക മാർഗമാണ്. കറാമത്ത് മുഅ്ജിസത്ത് അസാധാരണ വഴിയാണ്. കറാമത്ത് മുഅ്ജിസത്ത് അദൃശ്യ മാർഗമാണ്. പക്ഷേ അത് അവരുടെ കഴിവല്ല. അതാ വ്യത്യാസം. അതവരുടെ കഴിവല്ല. അതുകൊണ്ടാണ് കറാമത്തുകൾ കണ്ട, മുഅ്ജിസത്തുകൾ കണ്ട, നേർക്കുനേർ സാക്ഷ്യം വഹിച്ച ഒരാള് പോലും ആരിൽ നിന്ന് കറാമത്ത് പ്രകടമായോ, ആരിൽ നിന്ന് മുഅ്ജിസത്ത് പ്രകടമായോ അവരോട് തേടാൻ അവരാരും മുന്നോട്ട് വന്നിട്ടില്ല. എന്തുകൊണ്ട്? അത് അവരുടെ കഴിവായി ലോകത്തിലാളും മനസ്സിലാക്കിയില്ല. ഖരീബും ബഈദും കാണോ കേൾക്കോ, അത് അഭിപ്രായ വ്യത്യാസമേ അല്ല, അത് ചർച്ചയേ അല്ല, അതിൽ ഒരു സംശയവുമില്ല. പക്ഷെ അത് അവർക്കുള്ള കഴിവായി എവിടുന്ന് കിട്ടി? അതാണ് കിട്ടേണ്ടത്. അത് റാസിയും പറഞ്ഞിട്ടില്ല. അത് റാസിയുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞിരിക്കുന്നു. അതേസമയം യസ്മഉൽ ഖരീബ വൽ ബഈദ് തർക്കിക്കേണ്ട ആവശ്യമില്ല. ഒരു സംശയം ആ വിഷയത്തിലില്ല, യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അസാധാരണമായ നിലക്ക് അല്ലാഹു തആല അവർക്ക് ആദരവ് നൽകുന്നു. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി അല്ലാഹു തആല അവരിലൂടെ പ്രകടിപ്പിക്കുന്നു. അത് അവരെ കഴിവല്ല, അതാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെ അവിടെ കഴിവായി പരിചയപ്പെട്ടാൽ ഏതായിരുന്നാലും സൂചിപ്പിച്ചു വന്നത് റഹ്മാനായ റബ്ബിനോടെ തേടാവൂ, റഹ്മാനായ റബ്ബിനോടെ തേടാവൂ. അല്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് കൊടുത്ത കഴിവ് എന്നോ കൊടുക്കാത്ത കഴിവ് എന്നോ സ്വയം കഴിവ് എന്നോ അക്ജാഹ് ബർക്കത്ത് എന്നോ ഒക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുള്ള തേട്ടങ്ങൾ ന്യായമല്ല എന്നാണ് സൂചിപ്പിച്ചത്.